കണ്ടോ, ഞാൻ പറഞ്ഞു ഇന്ന് ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് നോക്കിക്കേ. അമ്മോ നോക്കൂ, എനിക്ക് എന്ത് സന്തോഷം. എനിക്ക് എന്റെ കണ്ണിൽ ഇങ്ങനെ കാണാനാ കൊതി. നോക്കിക്കേ, ജാതിയുടെ എവിടെ? ഞാൻ കണ്ടില്ല. ജാതിയുടെ വീട്ടില് ജാതിക്കല്ലേ? നീ എവിടെയാടേ പറയണേ? ഓ, കണ്ടു 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 കണ്ടു. 4 ചക്കരക്കുട്ടന്മാരെ തേടിക്കിടുത്ത്. എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും കൂണ് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് കൊതിയായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞത് എനിക്ക് കൂണുണ്ടോ എന്നൊക്കെ. പക്ഷേ എനിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, ഭയങ്കര ഭാഗ്യം. അപ്പം ഇന്ന് ഈ പറമ്പിൽ നിന്ന് ഇന്ന് ഉച്ച വരെ ഞാൻ നോക്കും. എന്തേ നമുക്ക് 3 പേർക്കും പറിക്കാം. ഞാൻ പറിക്കണില്ല. ഇതല്ലേ ഞാൻ ചെറുതായിട്ട് ഒടിച്ചെടുക്കുവല്ലേ, പയ്യെ പൊക്കി എടുക്കുക. ഇത് രണ്ടും ഒരുമിച്ചാണ്. അത് കാണാം, നമ്മൾ നോക്കിക്കാം. ഒടിഞ്ഞു പോവല്ലേ? അതെ, ഇങ്ങനെ എടുക്കണേ. അതൊന്നും കൂടെ നീ ഇളക്കി തന്നാ മതി. ഞാനാടാ പറിക്കുള്ളൂ. ഇളക്കിയാ മാത്രം മതി, ഞാൻ പറിച്ചോളാം. പൊട്ടാൻ പോണ പൊട്ടിക്കോട്ടറി നമ്മൾ അതിന്റെ താഴെയുള്ള ഞാൻ ഇറക്കി വെക്കിട്ട് ഞാൻ പറിക്കും. പോട്ടെ, കുത്തന്നെ എടുക്കാതെ. ഞാൻ മണ്ണിടില്ലല്ലോ, എല്ലാം കട്ട് ചെയ്ത് കളയില്ലേ. ഇനി ഞാന് അങ്ങ് ഒടിച്ചെടുത്താ മതി. അവിടെ അപ്പടിയും വേണം. എന്ന് വെച്ചാ വലിയ ആദായം പഠിക്കും പോലെ അല്ലേ. അങ്ങനെ പൊട്ടിയാണ്, ബാക്കി അത് കുഞ്ഞതല്ല. അവിടെ ഞാൻ ചവിട്ടുകൂടി എവിടെയെങ്കിലും നാളെ വിരിഞ്ഞ ഇനി ഇവരും പറിച്ചോട്ടെ. നമ്മുടെ പറമ്പിലത്തെ അല്ലേ ഇതൊക്കെ പറിക്കാം. ഞാനും പറിച്ചോളെ. അപ്പൊ നീ ഇന്ന് ഈ പറമ്പിൽ നോക്കിട്ട് പോയാൽ മതി. ഇത്ര സ്ഥലത്ത് നിന്റെ പറമ്പങ്ങോന്ന് പറഞ്ഞ സ്ഥലം ഏതാ? ഇവിടെ കൂണ് കൂടുതലുണ്ടാകുന്നത്. പിന്നെ ഇപ്പൊ മേളില് നമ്മൾ അങ്ങോട്ട് കയറിയപ്പോ നിക്കാതെ പോയി ആ തൊട്ടിയില്. അതിനകത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം 2 ദിവസം തോരൻ വെച്ചു. അവിടെ ഇപ്പൊ ഇന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒറ്റ പോക്ക് പോക്കണേനും അതും പറിച്ചോ. കുഞ്ഞല്ലേ എടേ, അത് മൊത്തം പറിക്കേ. പിന്നെ അടിയിൽ പോകുമോ? അത് അടി പോണ പോട്ടെ, അടുത്ത വർഷം ഉണ്ടായിക്കോളൂല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടോ? ഞങ്ങൾക്ക് അടിയും കൂടെ കിട്ടണം. ചമ്പറനായി പോയി. ഇത് പറിക്ക, ഞാൻ പറിക്കാം. നിന്നെ പോലത്തെ മസിൽ പിടിക്കണ പരിപാടി. നീ വരച്ചണ്ട. നീ അവളെ ഇളക്കുവാൻ അവള് ചുമ്മാ. മൂത്തുമ്മ അത് ഞങ്ങൾക്ക് സ്വർണ്ണാണ്, ഞങ്ങൾക്ക് അമൂല്യമാണ്, അമൂല്യം. ഇതൊക്കെ നോക്കിയോട്ടെ. നാളെ പോയി ഞാൻ ഈ കൂണ് വാങ്ങിക്കണം. എന്നിട്ട് ഞങ്ങള് കുരിശടയാളം വെക്കും. എല്ലാരും പറിച്ചോണ്ട് വായിക്കാണ്. ഞങ്ങക്ക് ഇത് മൂക്കടി അവളത് വേദനിപ്പിക്കാണ്ട് ഇതാ പറഞ്ഞ ഇങ്ങനെ പറിക്കണം. വെളുത്തു വന്നല്ലോ. ഇതിന്റെ ബണ്ട കയറി പോയില്ലേ. ഇതൊന്നും പറിക്കണ്ട. ഇത് നാളെ പറിച്ചു. അല്ല ഇത് പറിക്കേ, ഇത് രണ്ടും പറിച്ചോ. അപ്പൊ നാളെ ഇവർക്ക് കിട്ടിക്കോളൂടി. അയ്യോ, വേദനിച്ചു എനിക്ക്. എനിക്കും സത്യം ഇതും പറിക്കണോ? നിനക്ക് വേണ്ട നാളെ? നാളത്തെ കാര്യം നാളെയല്ലേ. ഇതേ ആകണം മുട്ടും പറിച്ചിട്ട്. എടേ, അന്ന് അടുത്ത ഞാൻ പറിക്കാം. അങ്ങനെ കിട്ടും. ഇത് പിടിക്കും. ഞാൻ പറിക്കാടി. ഇത് സൂക്ഷിക്കണം. അതിന് ചോട്ടണം. അതിന്റെ പൊങ്ങിക്കണം. 5 പറിക്കാം. അപ്പൊ നമ്മളിപ്പോ വന്നില്ലെങ്കിൽ ശരി. ഞാൻ വണ്ടി ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ നടന്നുകൊണ്ടും അല്ലെങ്കിൽ മുത്തുമ്മ നേരെ പോവില്ലായിരുന്നോ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇപ്പൊ ഇക്ക വണ്ടി വിളിച്ചപ്പോ കിട്ടിയില്ല. അപ്പൊ നമുക്ക് നടന്നു പോകാൻ നെസി വണ്ടി പറ്റിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു. അല്ല, നിങ്ങളപ്പോ ഇങ്ങോട്ട് ഇവിടെന്നാ കിട്ടിയെന്നും പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിയോ? ഉണ്ടാവണ സ്ഥലം കാണിച്ചു കൊടുത്താ ഇവിടെ. അപ്പൊ ഒരു കുഞ്ഞനെ ഇവിടെ ഒളിച്ചിരിക്കണ്ട. ഇത് പറിക്കണ്ടേ? നാളെ അവള് പറിച്ചു. മുത്തുമ്മ ഇത് കണ്ടോട്ടോ. ഇതൊക്കെ നാളെ ഇവള് നാട്ടി എണ്ണയാട്ട്. ഇത് എന്നാട്ട് വേണം. ഇതേതാ എനിക്ക് പൊട്ടാൻ പറ്റൂലാത്തോണ്ടാ. അതേപോലെ അതിന്റെ അപ്പുറത്ത് പൊട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇടി ഇവിടെ മുതലുണ്ടല്ലോ.
കുഞ്ഞുങ്ങൾ എന്ത് വിറപ്പിക്കലാണ് ഇവിടെ നീ പറിച്ചോ, ഞാൻ മടുത്തു. തെങ്ങ് എടി പയ്യേ, ആ സൗണ്ട് കേൾക്കാൻ പാടില്ല. നോക്കടി നോക്ക് നോക്കട്ടെ. ആ സൗണ്ട് ഇതിന് എന്തിനാ നീ ഇങ്ങനെ കിടന്ന് മസിൽ പിടിച്ചേ? ഇതാണെങ്കിൽ എടി അതിന് വേദനിക്കണോ ചേച്ചി? തിന്നുമ്പോ വേദനിക്കൂലേ? അങ്ങനെയല്ല, എനിക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഇതാ ഈ കൂണ് നല്ല കൂണല്ല അല്ലേ? അല്ല അല്ലാലോ? അല്ല മോളെ, ഇത് നോക്കതേ, ഇവിടെ ഇങ്ങോട്ട് കാണിക്കാം മോളെ. ഇത് കണ്ടോ? ദേ ഇത് ഇവിടെയും. അയ്യോ അതെ, ഇവിടെ ഇതും കൊള്ളില്ലാത്ത ഗുണാണെന്ന് തോന്നുന്നു. ഇതും കൊള്ളില്ലാത്ത ഗുണ. ഇത്രയും ഗുണം കിട്ടി ഞങ്ങൾക്ക്. എന്ത് സന്തോഷമായി.